ഒരു ഉഗ്രൻ നീക്കത്തിലൂടെ പിണറായിയെ വല്ലാത്തൊരു കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്പീക്കർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രശ്നത്തിന് പ്രതിപക്ഷ നേതാവ് മറുപടി കൊടുക്കുമോ എന്ന് കണ്ടറിയേണ്ടി വരും. മറുപടി പറഞ്ഞാലും ഇല്ലെങ്കിലും അത് പിണറായിക്ക് പ്രശ്നമാകും. തിരുവഞ്ചൂർ ഉന്നയിച്ചിരിക്കുന്ന വിഷയം പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ചാണ്. അത് ആരെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം നൽകാൻ LDFനോ അതിന് നേതൃത്വം കൊടുക്കുന്ന CPMനോ കഴിയുന്നില്ല. കാരണം പദവി സംബന്ധിച്ച് മുന്നണിയിലെ പ്രമുഖ കക്ഷികളായ CPMും CPIയും തമ്മിൽ തർക്കം രൂക്ഷമായി തുടരുകയാണ്. നിലവിൽ പിണറായി കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃനിരയിലെ തൊട്ടടുത്ത സ്ഥാനം KN ബാലഗോപാലിനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ CPM പ്രതിപക്ഷ ഉപനേതാവായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പദവിക്കായി CPI വലിയ പിടിവാശിയിലാണ്. കിട്ടിയേ തീരൂ എന്നൊക്കെ മുൻപ് അലമുറയിട്ടിരുന്ന പാർട്ടി പക്ഷേ അടുത്തിടെയായി അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. മുന്നണി യോഗം പോലും ഈ തർക്കത്തെ തുടർന്ന് ചേരാനാകാത്ത അവസ്ഥയാണ്. CPM-CPI തർക്കം രൂക്ഷമായി നിലനിൽക്കവെയാണ് വിഷയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ ഒരു പ്രതികരണം ശ്രദ്ധേയമാകുന്നത്. പ്രതിപക്ഷ ഉപനേതാവിന് നിയമസഭയിൽ മുറി അനുവദിക്കുന്നില്ലെന്ന ആരോപണത്തിന് സ്പീക്കർ നൽകിയ മറുപടി ഇങ്ങനെയാണ്: പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറി ഉപനേതാവിന് തന്നെ ലഭിക്കും. ഉപനേതാവ് ആരെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ പ്രശ്നം അതോടെ തീരും. പ്രതിപക്ഷ നേതാവിന്റെ ഒരു കത്തുമായി പ്രതിപക്ഷ ഉപനേതാവ് വന്നാൽ അപ്പോൾ തന്നെ മുറി നൽകും. ഇതോടെ പിണറായി വിജയനാണ് പെട്ടിരിക്കുന്നത്. കാരണം പ്രതിപക്ഷ ഉപനേതാവാണെന്ന് വ്യക്തമാക്കി പിണറായി ആർക്ക് കത്ത് നൽകും? പദവി സംബന്ധിച്ച് LDFൽ തീരുമാനമായിട്ടില്ല. അപ്പോൾ KN ബാലഗോപാലിന് ഇങ്ങനെയൊരു കത്ത് നൽകിയാൽ അത് പിണറായിയുടെയും CPMന്റെയും ഏകപക്ഷീയമായ തീരുമാനമായി മാറും. അത് മുന്നണിയിൽ CPIയുമായുള്ള ഭിന്നിപ്പ് രൂക്ഷമാക്കും. ഇനി കത്ത് കൊടുത്തില്ലെങ്കിൽ മുറി കിട്ടുകയുമില്ല. പ്രതിപക്ഷ ഉപനേതാവിന് നിയമസഭയിൽ മുറി വേണമെന്നാവശ്യപ്പെട്ട് അടുത്തിടെ CPM നൽകിയ കത്ത് സ്പീക്കർ തള്ളിയിരുന്നു. ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്തതിനാലാണ് സ്പീക്കർ അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. KN ബാലഗോപാലിന് വേണ്ടിയാണ് CPM മുറി ആവശ്യപ്പെട്ടത്. എന്നാൽ ബാലഗോപാലിന് നിലവിൽ PSC ചെയർമാൻ എന്ന നിലയിൽ മുറി അനുവദിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു സ്പീക്കർ. മുറി നിഷേധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ ഉപനേതാവ് ആരെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞതോടെ പിണറായിക്ക് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഉപനേതാവ് പദവി എന്ന പന്ത് പിണറായിയുടെ കോർട്ടിലേക്ക് നൈസായി അടിച്ചിട്ടിരിക്കുകയാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആ വാക്കുകൾ കാണാം. പദവിക്കായിട്ടുള്ള ഉപനേതാവിന്റെ മുറിക്കായിട്ടുള്ള കത്ത് CPM ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതല്ല, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞല്ലോ, ഇന്നയാളാണ് ഉപനേതാവ് എന്ന് പ്രതിപക്ഷ നേതാവിന്റെ കത്ത് വന്നാൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ആ ഉപനേതാവിന് അർഹിക്കുന്ന എല്ലാ കാര്യങ്ങളും, നിയമസഭയിലെ സീറ്റടക്കം, ഓഫീസ് അനുവദിക്കുന്നതടക്കം എല്ലാ കാര്യവും, ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാം നമ്മളത് ചെയ്യും. എന്തിനാ ഒരു മുറിയെക്കുറിച്ച് മാത്രം നമ്മൾ തർക്കിച്ച് നിൽക്കുന്നത്? മുറിയല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ മതി ഞങ്ങൾ ഉപനേതാവ് ഇന്നതാണ്, നമ്മളത് ചെയ്യും. ഇനി KN ബാലഗോപാലിന് ഇരിക്കാനൊരു സ്ഥലമാണ് എങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം തന്നെ PSC ചെയർമാൻ എന്നുള്ള നിലയിൽ ലെജിസ്ലേച്ചർ കോംപ്ലക്സിൽ തന്നെ ഒരു മുറിയുണ്ട്. ഇത് ഉപനേതാവിൻ്റെ മുറിയാണ്. ആ ഉപനേതാവിനെ തീരുമാനിക്കേണ്ടത് സ്പീക്കറല്ല. സ്പീക്കർക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഉപനേതാവ് ഇന്നയാളാണ് എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അത് തീരുമാനിക്കേണ്ട ഞാനില്ല. ലീഗലായിട്ട് അത് തീരുമാനിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അല്ല, പ്രതിപക്ഷ നേതാവല്ലേ സ്പീക്കറുമായിട്ടുള്ള ട്രാൻസാക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവല്ലേ പറയുന്നത്. ഞാനത് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് എടുക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നിന്ന് അതാണ് ഈ ചോദ്യത്തിൻ്റെ ദുസൂചന. അതല്ല, നമ്മൾ പ്രതിപക്ഷ നേതാവാണ് സാധാരണഗതി പ്രതിപക്ഷത്തിൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ള ലീഗലായിട്ടുള്ള ആൾ, ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾ. അദ്ദേഹം പറയുകയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ആൾ പറഞ്ഞോ പ്രശ്നം തീർന്നു, ഒരു കുഴപ്പമില്ല. ഉപനേതാവിൻ്റെ മുറിയെക്കുറിച്ച് തർക്കമേയില്ല. ഉപനേതാവിൻ്റെ മുറി അവിടെ തന്നെയുണ്ട്. KN ബാലഗോപാലിനാണെന്നെങ്കിൽ അദ്ദേഹത്തിന് PSC ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് താഴെ വേറൊരു മുറിയുണ്ട്. അതിനൊന്നും തർക്കമേ ഇല്ല. എന്തിനാ തർക്കമില്ലാത്ത? CPMന്ന് അപേക്ഷയെ വേണ്ട. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ഇന്നയാളുടെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ മതി. CPMന് അങ്ങനെ അവരുടെ കയ്യിൽ നിന്നൊരു അപേക്ഷ മേടിച്ചുകൊണ്ട് ഞാൻ അപേക്ഷയ്ക്ക് മേൽ സാങ്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നില്ല. അപേക്ഷയേ വേണ്ട. ഇന്നയാൾ ഉപനേതാവ് എന്ന് പറഞ്ഞാൽ മതി. അതാരാ പറയേണ്ടത്? നേതാവാണ് പറയേണ്ടത്. ആ നേതാവ് ആരാ? പ്രതിപക്ഷ നേതാവ്. അപ്പം അതുകൊണ്ട് ഇന്നയാളെന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞാൽ ആ മുറിയുണ്ട്, ആ സംവിധാനങ്ങളുണ്ട്, ഒരു പ്രശ്നവും ഇല്ല. അത് പക്ഷേ അവർക്ക് അർഹതപ്പെട്ടതല്ലേ. ആ അർഹതപ്പെട്ടതിനൊന്നും നമ്മൾ ഡിനേ ചെയ്യുന്ന പ്രശ്നവുമില്ല. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അത് അവരുടെ ഇന്റേണലായിട്ടുള്ള പ്രശ്നം.
ഞാനെന്തിനാ LDF-നകത്തെ ഇന്റേണലിനകത്തുള്ള വിഷയത്തിൽ ഞാനൊരു വക്കാലത്തിടേണ്ട കാര്യമില്ലല്ലോ. അതവിടെ അവർ തമ്മിൽ തീരുമാനിച്ചോട്ടെ. പക്ഷേ നിയമസഭയെ സംബന്ധിച്ച് നിയമസഭയുടെ മുമ്പിൽ കിട്ടേണ്ടവരാണ്. ഉപനേതാവിൻ്റെ സൗകര്യങ്ങൾ ഇന്ന ആളിന് കൊടുക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ എനിക്കൊരു തർക്കവുമില്ല. സ്പീക്കറെ കാര്യം പറഞ്ഞാൽ പ്രതിപക്ഷമായിട്ട് നല്ല രീതിയിൽ പോവാം. എങ്ങനെ പ്രതിപക്ഷമായിട്ട് വിശ്വാസത്തിലെടുത്ത് പോകുന്നതാണ്. അപ്പൊ സാറിന് ലോക്സഭാ സ്പീക്കർ കാണുമ്പോൾ ഈ ഒരു പ്രദേശം കൊടുക്കും. നിങ്ങളെല്ലാം കൂടി ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ലോക്സഭാ സ്പീക്കറെ തിരുത്താൻ ഒരാളല്ലല്ലോ ഞാൻ.